അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ മറ്റൊരു ദിവസം. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന പേര് പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്തിൻ്റെ മറ്റൊരു പേരായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ തന്നെ അത്യുന്നതയിലേക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എത്തി നിൽക്കുന്നു. ഞങ്ങളെ അതിന് സഹായിച്ച, ഞങ്ങളോടൊപ്പം കൈപിടിച്ച് നടന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർ ഒരിക്കൽ കൂടി ഞങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരെന്തിനാണ് ബ്രില്യൻറ്റിൽ വരുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാനാണ്. വീണ്ടും ഒരിക്കൽ കൂടി അവരിലേക്ക്. 2024 നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പുനഃപ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നു. രാജ്യത്തെ 1ാം റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കി എൻട്രൻസ് പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്ത് ഇന്ത്യയുടെ തന്നെ 3ാം സ്ഥാനത്തേക്ക് കോട്ടയത്ത് എത്തിച്ചുകൊണ്ട് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വിദ്യാർത്ഥികൾ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മിടുക്കന്മാരും മിടുക്കികളും ഇന്ന് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സ്നേഹമേറ്റുവാങ്ങാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കവാടം കടന്ന് എത്തിയിരിക്കുന്നു. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് സാറും സന്തോഷ് സാറും അവരെ സ്നേഹഹാരം അണിയിച്ചാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് സ്വാഗതം ചെയ്തത്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനവും പ്രേരണയുമാകുവാൻ അവർ എത്തിച്ചേർന്ന നിമിഷത്തെ ഹർഷാരവത്തോടെ, ആവേശത്തോടെയാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഓരോ വിദ്യാർത്ഥിനിയും വരവേറ്റത്. അവരുടെ ക്ലാസ് ഇടനാഴികളിലൂടെ വിദ്യാർത്ഥിനികൾ തലയെടുപ്പോടെ അഭിമാനത്തോടെ നടന്നു നീങ്ങിയപ്പോൾ വരും നാളുകൾ ഞങ്ങളുടേതായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് ബ്രില്യൻറ്റിലെ ഓരോ വിദ്യാർത്ഥിയും അവരെ വരവേറ്റത്. ബ്രില്യൻറ്റിന്റെ യശസ് വാനോളം ഉയർത്തിയ വിദ്യാർത്ഥിനികളിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയ 2000-ഓളം വിദ്യാർത്ഥിനികളെ അവരുടെ രക്ഷിതാക്കളുടെയും സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെയും 10,000-കണക്കിന് ആളുകളുടെയും സാന്നിധ്യത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഈ മാസം 10-ാം തീയതി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്റർ അങ്കമാലിയിൽ ആദരിക്കും. കോട്ടയത്തിന്റെ നാമം മാറ്റി എഴുതിയ ഒരു റിസൾട്ട്
എൻട്രൻസ് പരിശീലനത്തിന്റെ റിസൾട്ട്. രാജ്യത്തെ പരമോന്നത സ്ഥാനം, എൻട്രൻസ് പരിശീലന രംഗത്തെ പരമോന്നത സ്ഥാനം നേടിയെടുത്ത ശ്രീനന്ദ ഷാർമിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരാള് നീറ്റ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടുന്നത്. 40-45 വർഷമായിട്ട് രാജസ്ഥാനിലെ കോട്ടായും അല്ലെങ്കിൽ സിക്കാറും ഒക്കെ പ്രഥമ സ്ഥാനങ്ങൾ കൈയടക്കി നൽകിയായിരുന്നു. 2024 എൻട്രൻസ് പരിശീലനത്തിൽ അട്ടിമറി വിജയം നേടിക്കൊണ്ട് പാലാ ബ്രില്യന്റ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമായിരിക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രോത്സാഹനമായിരിക്കണം. നിങ്ങൾക്കും കഴിയും എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. വലിയ സ്റ്റഡീസിനെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ട സമയമാണ്. ഇന്ന് ഭാരതത്തിൽ ലഭിക്കാവുന്നതിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അടുത്ത വർഷം ഉന്നത വിജയം ലക്ഷ്യമാക്കി ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും അറ്റ്ലക്സിലെത്തി ഞങ്ങളുടെ ഈ മിടുക്കന്മാരെയും മിടുക്കികളെയും കാണാൻ കഴിയാത്തതിനാൽ ആദ്യ റാങ്കിൽപ്പെട്ട ചുരുക്കം വിദ്യാർത്ഥിനികളെ ബ്രില്യന്റിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന പുതിയ വിദ്യാർത്ഥിനികൾക്ക് ഞങ്ങൾ പ്രചോദനവും പ്രേരണയും നൽകുന്നു.
നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ ഫസ്റ്റ് ടൈം ബ്രില്യൻറ്റ് ഫാമിലിയോടൊപ്പം തന്നെ ഇങ്ങനെ ഈ സന്തോഷം പങ്കിടുക എന്ന് തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷമാണ് എനിക്കുള്ളത്. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കാൻ, ഇങ്ങനെ വന്ന് അടുത്ത വർഷം ഇവിടെ നിന്ന് ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു മൊമെന്റ് ഇപ്പോഴേ സ്വപ്നം കാണണം. നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെയൊക്കെ ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാനും. ഇതുവഴിയൊക്കെ ഒത്തിരി സങ്കടപ്പെട്ട് നടന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇവിടെ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എനിക്ക് അതിലേറെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഈ ഒരു ഒറ്റ വർഷ കാലഘട്ടത്തിൽ ഒരിക്കലും പോലും ആ സ്വപ്നങ്ങൾ താഴ്ത്താൻ പാടില്ല. ഇപ്പോൾ ഉള്ള എങ്ങനെയാണോ അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഡ്രീമായിട്ടൊരു കോളേജ് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു സ്വപ്നം നിങ്ങൾ മനസ്സിൽ കിടക്കുന്നിടത്തോളം നിങ്ങൾ ആ ഒരു ട്രാക്കിൽ തന്നെ പോയിക്കോളും. എല്ലാവർക്കും അടുത്ത വർഷം ഇതേപോലെ നല്ലൊരു സ്ഥാനത്തെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെയധികം നീറ്റ് എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം ആ ബിലീഫ് ഇല്ലാതെ എന്തായാലും എവിടെയും എത്താൻ പറ്റത്തില്ല. വർക്ക് ഹാർഡ് ആൻഡ് ഇവിടെ ബ്രില്യൻ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നീറ്റ് 2025 മികച്ച പെർഫോമൻസ് കാണിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കും വളരെയധികം സന്തോഷം. ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു വർഷം പഠിച്ച് അവസാനം ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റി. നിങ്ങളിലും പലർക്കും ഇതേപോലെ ഒരു സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്. അത് നിങ്ങൾ 2025 നീറ്റ് എക്സാമോട് നേടിയെടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. പഠിക്കുന്നത് ഒരിക്കലും ഒരു ചടങ്ങല്ല, ഒരു ക്യൂരിയോസിറ്റി വേണം. എന്ത് സാധനം വന്നാലും ആ ഒരു കൗതുകം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് മാറില്ല. എത്ര വീണാലും നമ്മൾ അപ്പം തന്നെ എഴുന്നേറ്റ് വന്നോളൂ. എനിക്ക് 695 മാർക്ക്. ഇതുവരെയായിട്ട് 700 കിട്ടിയിട്ടില്ല. മോഡൽ എക്സാമിൽ പോലും 699 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ റിവൈസ്ഡ് വന്നപ്പോഴേ എനിക്ക് 695 വന്നേ. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ചെയ്തു, ബാക്കിയെല്ലാം ദൈവം എനിക്ക് തന്നു. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എല്ലാം വരുന്നത് പോലെ വന്നോളൂ. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ യശസ് വാനോളം ഉയർത്തിയ ഞങ്ങളുടെ കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഞങ്ങളുടെ സ്നേഹാദരം 10-ാം തീയതി അങ്കമാലിയിൽ വെച്ച വിക്ടറി ഡേയിലൂടെ നൽകുന്നുവെങ്കിലും അതിനു മുന്നോടിയായി
ഞങ്ങളുടെ സ്നേഹ സമ്മാനം. ബ്രില്യന്റിന്റെ മെമന്റോസ് ഞങ്ങളുടെ 3 ഡയറക്ടേഴ്സും ചേർന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് സമ്മാനിക്കുകയാണ്. ഈ മെമന്റോസ് സമ്മാനിക്കുന്നതിനായി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് സാറിനെയും സ്റ്റീഫൻ സാറിനെയും സന്തോഷ് സാറിനെയും ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നു ഇന്ത്യയിലെ തന്നെ 1ാം റാങ്കുകാരൻ ശ്രീനന്ദ് ശർമ്മൽ. നെക്സ്റ്റ് ഈസ് അഭിഷേക് വിജയ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.